തട്ടുദോശ കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ കുടുംബത്തോടെ വാരിപ്പറക്കി കെട്ടിപ്പറക്കി ചെന്നെത്തപ്പെട്ടത് ഗോളിയാറിലുള്ള ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഉസ്താദ് ബാദുഷാ ഖാൻ. ഈ പെണ്ണ് രാവിലെ വന്നിരുന്ന് എന്തൊക്കെയോ പറയണു എന്നാണെങ്കിൽ സത്യം പറഞ്ഞ 6-ാം തമ്പുരാൻ സിനിമ ഉണ്ടായിരുന്നു, അതിന്റെ എഫക്റ്റ് ആണ് കേട്ടോ. പക്ഷെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ കുളിച്ച് കുറിയും തൊട്ട് പോയത് തട്ടുദോശ കഴിക്കാനെന്നുള്ളതാണ് സത്യം. ഒരു നാളും ഇല്ലാതെ വീട്ടിലുള്ള എല്ലാരും കുളിച്ച് കുറി തൊട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്ന് മൊത്തത്തിൽ പാളുവന്നു. അങ്ങനെ തട്ടുകടയിൽ ചെന്ന് നല്ല ചൂട് തട്ടുദോശയും ഓംലെറ്റും രസവടയും കൂടെ തരാൻ വേണ്ടിട്ട് ആവശ്യം അറിയിച്ചപ്പോ പുള്ളിക്കാരൻ പറയുവാണ് ദക്ഷിണ വയ്ക്കാൻ. എന്നാലും ഉണ്ടായിരുന്ന എല്ലാം കൂടെ നുള്ളിപ്പറക്കി വെച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ ഇവിടെ കാലിച്ചായ മാത്രമേ ഉള്ളൂ. തട്ടുകടയെന്ന് പേര് എഴുതി വെച്ച് മനുഷ്യനെ പറ്റിച്ച് ചേട്ടന്റെ മുഖത്ത് നോക്കി ദർബാരകത്തിൽ 2 അലക്കലക്കണം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും നോക്കാതെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. വന്ന വഴി മീനും മേടിച്ച് ഒരു വെള്ളവും മേടിച്ചു. അതിനകത്താണെങ്കിൽ നാരങ്ങ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ പിള്ളേർക്ക് പണ്ടത്തെ ആപ്പിൾ മുട്ടായും ജീരക മുട്ടായും ഓരോ കുപ്പി മേടിച്ചായിരുന്നു കേട്ടോ. ഈ രാത്രി ഇങ്ങനെ ചന്ദനത്തിരി കത്തിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭക്തി മൂത്ത പ്രാന്തായതാണെന്ന് വിചാരിക്കേണ്ട. ഇത് കൊതുകുതിരിയാണ്. ഇനി ഈ കൊതുകുതിരി കത്തിച്ച് വെളിയിൽ കൊണ്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അമ്മ തന്റെ ഇവിടെ നിന്ന് മീൻ വെട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ കൊതുകെടുത്ത് അമ്മ എവിടെയും കൊണ്ട് വെക്കും കേട്ടോ. 2 സൈഡിലും തിരി കത്തിച്ചിട്ട് അമ്മയെ ഞാൻ പൂജയ്ക്ക് വെച്ചേക്കാണ്. പൂജ സാധനം ഇനി 4 ദിവസം കഴിഞ്ഞ് അവിടെ നടക്കൂടെ.